ഒരിക്കൽ ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരുമായി ഒരു പട്ടണത്തിൽ നിന്നും മറ്റൊരു പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു. അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു തടാകം കടന്നു വേണം അവർക്ക് പോകാൻ. ആ തടാകത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ കൂട്ടത്തിൽ ഒരു ശിഷ്യൻ ബുദ്ധൻ്റെ നിർദ്ദേശപ്രകാരം കുടിവെള്ളം ശേഖരിക്കുവാനായി പുറപ്പെട്ടു. ആ ശിഷ്യൻ തടാകത്തിൽ നിന്നും വെള്ളം ശേഖരിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കൂട്ടം കാളവണ്ടികൾ തടാകം മുറിച്ച് കടന്നുപോയി. അതുമൂലം തടാകം ചെളി നിറഞ്ഞു കലങ്ങി മറിഞ്ഞിരുന്നു. ചെളി നിറഞ്ഞ വെള്ളം കുടിക്കുവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ആ ശിഷ്യൻ വിഷമത്തോടെ തിരിച്ചു നടന്നു. കാര്യമറിഞ്ഞ ബുദ്ധൻ ശിഷ്യനോട് താങ്കളുടെ കൂടെ കുറച്ചു നേരം മരത്തിനു കീഴെ വിശ്രമിക്കുവാൻ നിർദ്ദേശം നൽകി. കുറച്ചു സമയത്തിന് ശേഷം ബുദ്ധൻ വീണ്ടും ആ ശിഷ്യനോടായി കുടിവെള്ളം ശേഖരിക്കുവാൻ നിർദ്ദേശിച്ചു. ശിഷ്യൻ കുറച്ച് പരിഭ്രാന്തിയോടെ തടാകത്തിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ എത്തിയ ശിഷ്യന് തടാകത്തിലെ ശുദ്ധജലം കണ്ട് സന്തുഷ്ടനായി. അദ്ദേഹം മുകളിലെ ശുദ്ധമായ ജലം ശേഖരിച്ചു മടങ്ങി. ബുദ്ധൻ്റെ അരികിൽ തിരികെ എത്തിയ ശിഷ്യനോട് ബുദ്ധൻ പറഞ്ഞു, കുറച്ച് സമയം കൊടുത്തപ്പോൾ ജലം തനിയെ ശുദ്ധമായി. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. അത് അസ്വസ്ഥമാകുമ്പോൾ കുറച്ച് സമയം കൊടുക്കുക, അത് തനിയെ ശാന്തമായിക്കൊള്ളും. എല്ലായ്പ്പോഴും മനസ്സ് ശാന്തമാക്കിയിട്ട് പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക, തീരുമാനങ്ങൾ എടുക്കുക. ശരിയായ ഉത്തരങ്ങൾക്ക് മാത്രമേ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കൂ.